ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. തെറ്റുകൾ പറ്റുന്നൊരു തെറ്റാണ്. മനുഷ്യന്മാരായ തെറ്റുപറ്റുക എന്നുള്ളത് സാധാരണല്ലേ? തെറ്റില്ലാത്തവർ ദേവന്മാരല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പറയാറില്ലേ, ഞാനൊരു ദേവനൊന്നുമല്ല, ഞാൻ മനുഷ്യനാണ്. അതിൻ്റെ അർത്ഥം തെറ്റുകളുണ്ടെന്നർത്ഥം. തെറ്റ് പറ്റുന്നത് മനുഷ്യ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റുപറ്റി എന്നുള്ളതിൽ ലജ്ജിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. ആ കാര്യങ്ങളെ കൂടുതൽ നന്നായി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ പോയാൽ തെറ്റിൽ നിന്ന് സ്വഭാവദൂഷ്യങ്ങളുണ്ടാവും. സ്വഭാവദൂഷ്യം അപരാധങ്ങൾക്ക് കാരണമായി തീരും. അപരാധം അത് ഒരിക്കലും മാപ്പ് നൽകാൻ സാധിക്കുന്ന ഒന്നല്ല. അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ കാരണം? ഒരു തെറ്റ് പറ്റിയതിന് ശേഷം നിങ്ങളത് തിരുത്താതിരിക്കുമ്പോൾ നിരന്തരം ആ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യും. പിന്നെ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരും. സ്വഭാവദൂഷ്യം, ക്യാരക്ടർ ഡിഫക്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സ്വഭാവദൂഷ്യം നിങ്ങളിലൊന്ന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെക്കൊണ്ട് വലിയ വലിയ അപരാധങ്ങൾ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഒരു തെറ്റ് സംഭവിക്കുന്ന സമയത്ത് ആ തെറ്റ് പറ്റുന്നത് അപരാധമല്ല, പക്ഷേ ആ തെറ്റിനെ തിരുത്താതിരിക്കുന്നത്, തെറ്റ് സ്വീകരിക്കാതിരിക്കുന്നത് അത് വലിയ അപരാധം തന്നെയാണ്. തെറ്റിനെ തിരുത്താനുള്ള ഒരു സാഹസികത അത് നമ്മൾ കാണിക്കണം. എവിടെയാണോ തിരുത്താനുള്ള സാഹസികത നമ്മളിലുണ്ടാകുന്നത്, അവിടെ നിങ്ങളുടെ സ്വഭാവം ഉദ്ധരിക്കപ്പെടുന്നതിൻ്റെ ആദ്യപടിയാണ്. അതുകൊണ്ട് തെറ്റ് പറ്റുന്നതല്ല തെറ്റ്. തെറ്റുകളെ സ്വീകരിക്കാതിരിക്കുന്നത്, തിരുത്താതിരിക്കുന്നത് വലിയ അപരാധം തന്നെയാണ്. ഭഗവാനും പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ എല്ലാം ഭഗവാനോട് തുറന്നു പറയൂ. തുറന്നു പറയുന്നതിലൂടെ 50% ക്ഷമിക്കപ്പെടും. ബാക്കി 50% ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്ത് സ്വഭാവം ശ്രേഷ്ഠമാക്കുന്നതിലൂടെ അതും സുഖപ്പെടും. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഈ യജ്ഞത്തിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിരുന്നു ജഗദംബ സരസ്വതി. നമ്മൾ മമ്മ എന്നാണ് വിളിച്ചിരുന്നത്. 14 വർഷ കാലഘട്ടത്തെ തപസ്സിൻ്റെ കാലഘട്ടത്തിൽ മമ്മ എല്ലാ മക്കളോടും ഒരു കാര്യം പറയുമായിരുന്നു, നിങ്ങളെല്ലാവരും പുരുഷാർത്ഥികളാണ്. അതായത് തെറ്റിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാൻ പരിശ്രമിക്കുന്ന സാധകരാണ്. അതുകൊണ്ട് തെറ്റ് പറ്റുന്നതിലല്ല പ്രയാസം, ഒരിക്കൽ പറ്റിയ തെറ്റ് വീണ്ടും നിങ്ങൾ ചെയ്യരുത്. ഒരു തെറ്റ് പറ്റിയതിന് ശേഷം സോറി പറയുക, പിന്നെ വീണ്ടും ചെയ്യുക, പിന്നെ സോറി പറയുക. ചിലരെ കണ്ടിട്ടില്ലേ, സോറി പറയും പിന്നെയും അതന്നെ കാര്യം ചെയ്യും, പിന്നെ സോറി പറയും പിന്നെ അതേ കാര്യം തന്നെ ചെയ്യും. അങ്ങനെ ഒരിക്കലും പ്രവർത്തിക്കരുത്. ചെയ്ത തെറ്റിനെ ആവർത്തിക്കാതെ തിരുത്തുമ്പോഴാണ് നിങ്ങൾ പുരുഷാർത്ഥികളാകുന്നത് അഥവാ സാധകരാകുന്നത് എന്ന്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകളെ അതോർത്ത് ലജ്ജിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. പക്ഷേ അതിനെ തിരുത്താനും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനും അതിനുള്ള സാഹസം നമ്മൾ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഓരോ തെറ്റുകളും തിരുത്തപ്പെട്ട് മനുഷ്യനിൽ നിന്ന് ദേവതയായി തന്നെ മാറാൻ നമുക്ക് സാധിക്കും. ഓം ശാന്തി.